ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ കറിവേപ്പിലല്ലേ, കറിവേപ്പിനെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാം എന്നൊരു വീഡിയോ ആയിട്ടാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ കണ്ടാണ്, അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയാണ്. വീട്ടിലെ കറിവേപ്പ് ഭയങ്കര ചെറുതാണ്, വെച്ചപ്പോൾ തന്നെ അത് വലുതാവുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ നോക്കി ഇട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റിയൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്ത് നോക്കിയിട്ട് അതെനിക്ക് എന്തായാലും സക്സസ് ആയി. എനിക്ക് കറിവേപ്പ് ഇപ്പം നല്ല രീതിയിൽ വളർന്നു. ഒരുപാട് പൊക്കം വെച്ച് പോയില്ലെങ്കിലും അത്യാവശ്യം പൊക്കം വെച്ചിട്ട് അതിന് നല്ല രീതിയിലുള്ള ഇലകൾ വരാൻ തുടങ്ങി. അപ്പോൾ എന്നും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കറിക്ക് വേണ്ടി അത് യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കാണാം. ഇന്നലെ എടുത്തു വെച്ച കഞ്ഞിവെള്ളമാണ്. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കിനും അത് ഏകദേശം ഇങ്ങനൊരു കട്ടിയായിട്ട് വരും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിക്കാം. ഇതിനെ ഒന്ന് ഡയലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം ഇതിലേക്ക്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഏറെ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ അത് കുറച്ച് തിക്നെസ് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഇങ്ങനെ ഞെരടി എടുത്താൽ മതി. കുറച്ച് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തെടുക്കുക കഞ്ഞിവെള്ളത്തിന്. ഇന്നത്തെ കഞ്ഞിവെള്ളം എടുക്കരുത്, ഇന്നലത്തെ, അതായത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിനെ പിറ്റേ ദിവസം കുറച്ച് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഡയലൂട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി. കണ്ടില്ലേ എൻ്റെ കരിയാപ്പ് ഇപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു ലെവലിൽ, ഈ ഒരു തണ്ട് കണ്ടില്ലേ, ഈ ഒരു ലെവലിലായിരുന്നു ഈ കരിയാപ്പ് നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഈ ഒരു ലെവലിലാകാൻ, ഇങ്ങനെ ഇത്രയും ഒരു ലെവലിൽ ഇത്രയും ഇലയൊക്കെ വന്ന് നിൽക്കാൻ കാരണം ഈ ഒരു രീതിയിൽ ചെയ്തിട്ടാണ്. കരിയാപ്പ് നല്ല രീതിയിൽ വളരുക കേട്ടോ. കാരണം ഇതിൻ്റെ ആദ്യമൊക്കെ എനിക്കിത് പറിക്കാൻ തന്നെ, കാരണം ഇത്രയല്ല ഉള്ളായിരുന്നു. അപ്പം ഇതിന് ചെറിയ ഇലകളൊക്കെ ആയിരുന്നു. ഇത് നമുക്ക് കൂട്ടാൻ വെക്കുമ്പോൾ, കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒന്നും ഇല്ലായിരുന്നു, അതിന് പിച്ചി നാളത്തേക്കൊന്നും ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു അത് നിന്നിരുന്നത്. അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കിയത്. പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് കണ്ടില്ലേ, കുറച്ച് നാളുകൾ കൊണ്ട് ഞാൻ കുറേ പ്രാവശ്യം ഒഴിച്ചു. എന്നും ഒന്നും ഒഴിച്ചില്ല, ഒരു 3 ദിവസം കൂടുമ്പോൾ, അങ്ങനെ 4 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഇത് ഒഴിച്ചു കൊടുത്തത്. പക്ഷേ കുറേ ദിവസം, ഒരു മാസം, എനിക്ക് തോന്നുന്നു 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ വളർന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തി. കാരണം നേരത്തെ അത് ഒരു 3-4-5 മാസമായിട്ടും അതിന് ഒരു അനക്കവും ഉണ്ടാകാതെ ഈ ഒരു ലെവലിൽ വരെയാണ് ഇത് നിന്നുകൊണ്ടിരുന്നത്. ഈ ഒരു ചെറിയ, അതിന് ഉയരം വെക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നല്ല കുറച്ച് ലെങ്തി ആയിട്ടുള്ള കുറച്ച് ഇലകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഒഴിച്ചതിന് ശേഷമാണ് ഈ ഒരു രീതിയിലേക്ക് ഇത് വളർന്നു വന്നത്. ഇത് എടുത്ത് വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളമുണ്ട്, നമുക്കത് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഡൈലൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ കുപ്പി ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ ഇലകളിലേക്കും അടിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ ഒരു തിക്നെസ്സിൽ അത് ചെയ്യരുത്. കുറച്ചും കൂടി അതിനെ ഡൈലൂട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സ്പ്രേ കുപ്പിയിൽ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചതിന് ശേഷം സ്പ്രേ കുപ്പി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഇലകളിലേക്കൊക്കെ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും. ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് കറിവേപ്പ് വളരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അറിയാവുന്നവരുണ്ടാകും, അറിയാവുന്നിട്ടും ചെയ്യാതിരിക്കുന്നവരും ഉണ്ടാകും. പക്ഷെ അത് ചെയ്ത് നോക്കുക, ഭയങ്കര സക്സസ് ആണ്. നല്ല രീതിയിൽ അതിൻ്റെ ഇലകളെല്ലാം വന്നു തുടങ്ങും, കറിവേപ്പിന് പൊക്കമൊക്കെ വെച്ച് തുടങ്ങും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതിൽ ഇലകളിലൊക്കെ ഇലകളിൽ ഇങ്ങനെ പുഴുക്കടിയൊക്കെ പറയത്തില്ലേ, പുഴുവൊക്കെ വന്നിട്ട് അതിൽ ഇല ഇങ്ങനെ വെണ്ട് കീറി പോകുന്നില്ലേ, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വലിയ പാത്രം അതിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് അത് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ, അത് സ്പ്രേ കുപ്പിയിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നും വേണ്ട, വല്ലപ്പോഴും സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ അതിൽ ഇലയിൽ വന്നിരിക്കുന്ന പ്രാണിശല്യമൊക്കെ മാറ്റാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. മാത്രമല്ല, നമ്മൾ കറിവേപ്പില പറിക്കുന്ന ടൈമിൽ അതിൻ്റെ ഓരോരോ ഇലകളായിട്ട്, ഇങ്ങനെ ഒരു തണ്ടുകളായിട്ട് പറിക്കാതെ അതിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ ഫുള്ള് ഒരു കമ്പോട് കൂടി നമ്മൾ പറിച്ചെടുക്കില്ലേ, ആ രീതിയിൽ ഒടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കറിവേപ്പില പൊട്ടി പല ശാഖകൾ വന്നിട്ട് അത് വളർന്നു വരും. അപ്പോൾ അങ്ങനെയും കൂടി ഒന്ന് ചെയ്ത് നോക്കി. ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണുന്നവരെല്ലാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.